പ്രവൃത്തിക്ക് UP-AT അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് PG. പ്രിയമുള്ളവരെ, അടുത്ത കാലത്തായി നമ്മുടെ കേരളത്തിലെ പ്രമുഖമായ ഒരു ചാനൽ വന്ന ഒരു വാർത്തയാണ്. നമുക്ക് ആ വാർത്തയൊന്ന് കേൾക്കാം. ഇനി നമുക്ക് ആ വാർത്തയുടെ താഴെ വന്നിട്ടുള്ള കമൻസ്, ധാരാളം കമൻസുകൾ വന്നിട്ടുണ്ട്. നമുക്ക് ആ കമൻസുകളൊക്കെ ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഈ കമൻസിൽ പലരും സംഘികളെയും സവർക്കറെയും രാജ്യസ്നേഹമില്ലാത്ത ആൾക്കാരെയും രാജ്യത്ത് ചാരവൃത്തി നടത്തുന്നവർ, രാജ്യത്തെ ഒറ്റുകുറുക്കുന്നവരെയുമാണ് അവർ വിമർശിക്കുന്നത്. ഒപ്പം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ തീവ്രവാദിയായിട്ട് മുദ്രകുത്തുന്നു എന്ന് പോലും അവരിതിൽ പറയുന്നുണ്ട്. ഇവിടെയുള്ള സംഘികൾക്കോ ഹിന്ദുക്കൾക്കോ ഇവിടെ യാതൊരു വിധത്തിലുള്ള രാജ്യസ്നേഹമില്ല എന്നും അവരാണ് ഈ വർഷങ്ങളായി ബ്രിട്ടീഷുകാർക്ക് ശേഷം ഇന്ത്യയിൽ രാജ്യത്തെ പോയിക്കൊണ്ടിരിക്കുന്നത് നടത്തുന്നതെന്നാണ് അവർ വ്യക്തമായി പറയുന്നുണ്ട്. വളരെയധികം കമൻസുകളാണ് ഇതിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനത് നമ്മുടെ രാജ്യത്ത് സുലഭമായിട്ടുള്ള വസ്തുതകളെ വിശദമായി മനസ്സിലാക്കാനും അറിയാനുമുള്ള ചില സ്രോതസ്സുകളെ ആശ്രയിച്ച് അല്ലെങ്കിൽ ആപ്ലിക്കേഷനുകളെ ആശ്രയിച്ച് ഞാൻ ആ വിവരം അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നു എന്നും അത് ആഗ്രയിലാണ് ആ വ്യക്തി താമസിക്കുന്നതെന്നും അയാൾ കൊച്ചിയിലെ നേവൽ ഉദ്യോഗസ്ഥനായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അയാൾ ആഗ്രയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഒരു സംഭവം കൂടെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊരു ഹണി ട്രാപ്പ് ആണ്. അതായത് പാകിസ്ഥാനിലെ ഇൻ്റലിജൻസ് സംഘടനയായ ISIയുടെ സഹായത്തോടുകൂടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി, അതായത് വാട്സാപ്പ്, ഫേസ്ബുക്ക് വഴി നടന്ന ഹണി ട്രാപ്പിൽ കുരുങ്ങിയാണ് ഈ വ്യക്തി ഇങ്ങനെ ചെയ്തതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ ഒന്ന് റിവേഴ്സ് അടിച്ചു നോക്കുമ്പം ശരിക്കും ഇതിൻ്റെ തുടക്കം എവിടെ നിന്നാണ്? ശരിക്കും ഇതിൻ്റെ തുടക്കം പാകിസ്ഥാനിൽ നിന്നല്ലേ? അപ്പോൾ അവർ ഇവിടെ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരെ ഹണി ട്രാപ്പ് വഴി കുരുക്കി ഇവിടെ രാജ്യത്തെ വിവരങ്ങൾ ചോർത്തിയെടുത്ത് ഹണി ട്രാപ്പിൽ വിടുന്നു എന്നുള്ളത് ഒരു ഉദ്യോഗസ്ഥൻ്റെ തെറ്റാണെങ്കിൽ പോലും അത് ഒരു രാജ്യദ്രോഹ കുറ്റമായി ഇന്ത്യയിൽ പരത്തുകയല്ലേ ചെയ്യുന്നത്. അതിനവർ തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യയിലെ ഹിന്ദു ഉദ്യോഗസ്ഥരെ മാത്രമാണ്. അപ്പോൾ അത് ഇന്ത്യൻ സൈനിക മേധാവിയായ ജനറൽ ബിപിൻ റാവത്ത് ഇതിനെക്കുറിച്ച് വളരെ അലർട്ടായിരിക്കണമെന്നും ഇന്ത്യയോട് പറഞ്ഞിട്ടുള്ളതും അത് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളതും. എന്നാൽ ഇത് ഈ ഒരു സംഭവം പറയാൻ കാരണം ഇത് കേരളത്തിൽ മാത്രം ഇങ്ങനെ ഈ എടുത്ത് കമൻറ്റ് ചെയ്യുന്നതിനും ഷെയർ ചെയ്യുന്നതിനുള്ള ഒരു വലിയൊരു ജാഗ്രത ഈ വിഭാഗം ആൾക്കാർക്കെതിരെ ഇലക്ഷൻ സമയമാകുമ്പോൾ കാണിക്കുന്ന അജണ്ടയല്ലേ ഇത്? ശരിക്കും വാർത്താ ദാരിദ്ര്യമുള്ള നമ്മളെ ചാനലുകൾ പോലും ഇങ്ങനെ ചെയ്യും.